ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ നമ്മുടെ കാറിൻ്റെ സ്റ്റെയറിങ്ങിൽ നന്നായി ചളി പുരണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീസ്റ്റോർ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ സ്റ്റെയറിങ്ങിൻ്റെ കവറൊന്ന് അഴിച്ചെടുക്കേണ്ടതുണ്ട്. കവറ് നന്നായി തുന്നി വെച്ചിട്ടുള്ള ഒരു കവറാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു കത്തി ഉപയോഗിച്ചിട്ട് തുന്നെല്ലാം തന്നെ ഒന്ന് പൊട്ടിച്ചെടുത്ത് നമ്മുടെ ആ സ്റ്റെയറിങ് വീലിൽ നിന്ന് ആ കവറൊന്ന് ഊരിയെടുക്കണം. അതിനുശേഷം നമ്മുടെ ഹോണ് വെച്ചിരിക്കുന്ന ആ ഭാഗത്താണ് നന്നായിട്ട് ചെളിയുള്ളത്. ഒരു സിൽവർ പെയിൻറ്റ് അടിച്ച ഭാഗങ്ങളൊക്കെ തന്നെ നന്നായി ചെളി വന്നിട്ടുണ്ട്. പിന്നെ അത് പല ഭാഗങ്ങളും കളറ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളൊരു കാർ വാഷ് ഉപയോഗിച്ചുകൊണ്ട് നന്നായി ആദ്യം ചളിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംവേയുടെ ഒരു കാർ വാഷാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡും ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാഷ്ബോർഡൊക്കെ തന്നെ വൃത്തിയാക്കുന്നുണ്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ AC വെൻറ്റിൻ്റെയൊക്കെ തന്നെ ഹോൾസ് നന്നായിട്ട് പൊടിയുണ്ട്, അതൊക്കെ നന്നായി ഒന്ന് തുടച്ച് കളയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുണി കൊണ്ട് മാത്രമായിട്ട് തുടച്ച് കഴിഞ്ഞാൽ വൃത്തിയായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുമ്പോൾ ഒന്നും കൂടിയും നന്നായിട്ട് തന്നെ വൃത്തിയാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ AC വെൻറ്റിൻ്റെ സൈഡിലൊക്കെ തന്നെ നന്നായിട്ട് പൊടി അടിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർ വാഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാഷ്ബോർഡും ഒക്കെ തന്നെ നന്നായി തുടച്ച് നല്ല പൊടി കാര്യങ്ങൾ തന്നെ തുടച്ചെടുക്കാൻ ചെയ്യുന്നത്. കുറേ ആയിട്ട് നമ്മളത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചെളി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോണിൻ്റെ ഭാഗം അതിലുള്ള നമ്മൾ ആ പെയിൻറ്റ് അടിക്കേണ്ട ഭാഗം മാത്രം നമ്മൾ ഒരു മാസ്കിങ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ മാസ്ക് ചെയ്തെടുക്കുക ചെയ്യുന്ന ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. എന്നതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ചെറുതായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മളൊരു 2-3 തവണ കോട്ട് 2 കോട്ട് 3 കോട്ട് വീതം ഏകദേശം അടിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു വൃത്തിയിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് പെയിൻറ്റ് സ്പ്രേ ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഒരു 3-4 മണിക്കൂർ ഉണങ്ങിയതിന് ശേഷം നമുക്ക് അത് ആ പാർട്ട് നമ്മൾ കാറിൽ ഫിക്സ് ചെയ്യണം. നമ്മൾ സ്റ്റെയറിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഹോണിൽ വരുന്ന ഭാഗത്ത് നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളത് റാപ്പ് ചെയ്തിട്ടുള്ള മാസ്കിങ് ടേപ്പും പേപ്പറൊക്കെ തന്നെ റിമൂവ് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ആ പെയിൻ്റ് അടിച്ച ഭാഗം നമുക്ക് നന്നായിട്ട് വൃത്തിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നല്ല ഭംഗി നമുക്ക് സ്റ്റെയറിങ് വീലിൽ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെയറിങ്ങിൽ പുതിയൊരു കവറും കൂടി ഇടേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് ഡാഷ്ബോർഡും അതുപോലെ തന്നെ സ്റ്റെയറിങ്ങും എല്ലാം തന്നെ വളരെ വൃത്തി ഇപ്പോൾ തോന്നുന്നുണ്ട്. നമ്മൾ ആ കാർ വാഷും അതുപോലെ തന്നെ സൂം എന്ന് പറഞ്ഞിട്ടുള്ള ആംവേയുടെ തന്നെ ഒരു സൊല്യൂഷനാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എത്ര വലിയ ഡർട്ടാണെന്നുണ്ടെങ്കിലും ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അനായാസം സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.